ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. വർഷയാണെങ്കിൽ തന്റെ അച്ഛന്റെ വാക്കുകൾ വിശ്വസിച്ച് വർഷയുടെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും അവൾ ജോലിക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, മോൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എവിടേക്കാണെന്നോ, ജോലിക്ക് പോവാണ് എന്ന് പറയുന്നുണ്ട്. നിനക്കിപ്പോ അതിന്റെ ആവശ്യമുണ്ടോ മോളെ, ജോലി ഒന്നും പോകണ്ട, മോൾ എന്തായാലും കല്യാണം കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോ ആ ജോലിക്കൊക്കെ പോകണം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്തായാലും ജോലിക്ക് പോകണം, എനിക്കത് ഇഷ്ടമുള്ളൊരു ജോലിയാണ്, ഞാനത് വിടില്ല എന്നും പറഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും വാക്കുകളൊക്കെ എതിർത്തുകൊണ്ട് വർഷയാണെങ്കിൽ പോവുകയാണ് സ്റ്റുഡിയോയിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്ത് ഇവിടെ നിന്ന് പിണങ്ങി പോയിരിക്കുകയാണ്. അവളെ അതായത് വർഷയെ വിളിച്ചിട്ട് വന്നില്ല. അപ്പൊ അവനും അവന്റെ റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോ അവൻ താമസിക്കുന്നത് റെസ്റ്റോറന്റിൽ ഒരു ചെറിയൊരു റൂമിലാണ് അവനിങ്ങനെ താമസിക്കുന്നത്. വീട്ടിലേക്ക് എന്തായാലും പോയിട്ടില്ല. അപ്പൊ അതേ സമയത്താണെങ്കിൽ അവിടേക്ക് നമ്മുടെ വർഷയുടെ അരികിലേക്കായിട്ട് രേവതി വരികയാണ്. അങ്ങനെ രേവതി വന്നിട്ട് വർഷയെ നേരിൽ കാണുകയും വർഷയോട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടുകാരെ എന്നെ കള്ളിയാക്കി ചിത്രീകരിച്ചു, പിന്നെ അതുപോലെ എൻ്റെ വീട്ടുകാരെല്ലാവരും കള്ളത്തരങ്ങൾ മാത്രം ചെയ്യുന്ന മോഷ്ടാക്കളാണെന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു. അതൊക്കെ ക്ഷമിച്ച് അദ്ദേഹം ഇങ്ങനെ മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ ഒരാളോട് പോലും സംസാരിക്കാതെ വാ പൊത്തിയിട്ടാണ് അത്ര നേരം അവിടെ ഇരുന്നിരുന്നത് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിനക്കൊരാപത്ത് വരുമ്പോൾ നിന്റെ ഭർത്താവ് നിന്റെ കൂടെ നിൽക്കില്ലേ, അപ്പൊ അതുപോലെ തന്നെയല്ലേ എൻ്റെ ഭർത്താവും ചെയ്തത്. തന്നെയെല്ലാം ഞാൻ ഒരിക്കലും ഒരാളുടെ മുതൽ മോഷ്ടിക്കുന്ന ഒരാളല്ല. ഇപ്പൊ നീ അവിടെ ഉണ്ടായിരുന്നു, നിന്റെ സ്വർണ്ണാണെങ്കിലും പണമാണെങ്കിലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വാതിലൊക്കെ പൂട്ടാതെ അല്ലേ നീ പലപ്പോഴും പോവാറ്. അങ്ങനെ എടുക്കണമായിരുന്നെങ്കിൽ നിന്റെ എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ ശ്രുതി? ഞാൻ നമ്മുടെ ഏതെങ്കിലും തരത്തിൽ നിന്റെ സാധനങ്ങൾ എന്തെങ്കിലും ഞാൻ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ടോ, നിനക്ക് എന്നെ അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ വർഷയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. എന്തായാലും അപ്പൊ പറയാണ്, എന്തായാലും ഒരിക്കൽ എൻ്റെ സഹോദരനൊരു തെറ്റ് പറ്റി, അവനൊരു വണ്ടി മോഷ്ടിച്ചു, അതിന്റെ പേരിലാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടതായ ഒരു വേദനയിലാണ്. എൻ്റെ അച്ഛൻ ഒരിക്കലും ഞങ്ങൾ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങള് നല്ലോണം അധ്വാനിച്ച്, അതായത് മറ്റുള്ളവരെ പറ്റിക്കാതെ അധ്വാനിച്ച് ജീവിക്കാൻ തന്നെയാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുവരെ ജീവിച്ചിട്ടുള്ളൂ എന്നിങ്ങനെ പറയാണ്. അത്രയും സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അദ്ദേഹം അടിച്ചത്. നമ്മുടെ അച്ഛൻ വരെ, അതായത് നമ്മുടെ രവീന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്, അദ്ദേഹം വരെ പറഞ്ഞു നോക്കി. പക്ഷെ ഒന്നും നിന്റെ അച്ഛൻ അതൊന്നും ഉൾക്കൊള്ളാതെയാണ് സംസാരിച്ചത്. എല്ലാവരുടെ മുന്നിൽ എന്നെ അധിക്ഷേപിച്ചത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ശരി എന്തായാലും ഏട്ടത്തിൽ പോ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രേവതിയെ പറഞ്ഞയക്കുന്നുണ്ട്. ഇതേ സമയത്ത് ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് സച്ചിയും എത്തുകയാണ്. അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ച് ശ്രീകാന്ത് അറിയാത്ത പോലെയൊക്കെ സംസാരിക്കുകയാണ്. എന്താ വേണ്ടത്, ഓർഡർ എടുത്തോ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ, ഞാൻ ഓർഡറിന് വേണ്ടി വന്നതാണോടാ, നിന്നെ കാണാൻ വന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവനെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുകയാണ്. ഇങ്ങനെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെയോ വർഷയോ വിളിച്ച് വിവരം പറഞ്ഞാൽ മതിയായിരുന്നു നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് സച്ചിയോടായിട്ട്. അപ്പൊ ഇല്ല, എനിക്ക് അതിനുള്ള ഇത് കിട്ടിയില്ല, പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയി, തെറ്റ് തന്നെയാണ് എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഞാൻ വർഷയില്ലാതെ വരില്ല എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ നീ വർഷയും കൊണ്ടുവന്നാൽ മതി, നീ ഒറ്റയ്ക്ക് വരാൻ ഞാൻ പറയുന്നില്ലല്ലോ, നീ എന്തായാലും അവളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്ക്. അപ്പോഴായിരിക്കും സച്ചി മനസ്സിലാക്കുന്നത് അവൻ അവിടെ നിന്ന് അന്ന് തന്നെ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ താമസിക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിലുള്ള ഒരു ചെറിയൊരു കുടിസ് മുറിയിലാണ് താമസിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും സച്ചിയും നമ്മുടെ ശ്രീകാന്തിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ സച്ചി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുണ്ടെങ്കിൽ ഞാൻ വരാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും വരാമെന്നും പറയുന്നില്ല, വരില്ല എന്നും പറയുന്നില്ല. ആ ഒരു രീതിയിൽ സച്ചിയെ മടക്കി അയക്കുകയാണ്. എന്തായാലും എന്താണ് അടുത്ത് കാണാൻ പോകുന്നത്, എപ്പോഴാണ് നമ്മുടെ വർഷയും ശ്രീകാന്തൊക്കെ സത്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്, അവർ തിരികെ വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത റിവ്യൂവിൽ പറയാട്ടോ. എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക് യു.